ബാർക്കോഴ കേസിൽ കെ ബാബുവിനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ എന്തുകൊണ്ട് ഹാജരാക്കിയില്ലെന്നും ഹൈക്കോടതി ചോദിച്ചു. ബാർക്കോഴ കേസ് സംബന്ധിച്ച് എജിയുടെ വാദങ്ങൾ കോടതി തള്ളി. ബാർക്കോഴയിൽ മന്ത്രി ബാബുവിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 3 ഹർജികൾ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെ നടപടികളെ വിമർശിച്ചു. ബാർക്കോഴ ആരോപണത്തിൽ എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണും ജസ്റ്റിസ് AN ഷഫീഖും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ആരോപണം സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടന്നതാണെന്ന എജിയുടെ വാദം കോടതി അംഗീകരിച്ചില്ല. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചില്ലെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. ബാർക്കോഴ സംബന്ധിച്ച കേസുകളുടെ ബാഹുല്യം കൊണ്ടാണ് റിപ്പോർട്ട് ഇതുവരെ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാത്തതെന്നായിരുന്നു അഡ്വക്കേറ്റ് ജനറലിന്റെ വിശദീകരണം. എന്നാൽ ഈ വാദം ഡിവിഷൻ ബെഞ്ച് തള്ളി. ബാബുവിനെതിരായ പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് വിശദീകരിക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം ഒരാഴ്ചയ്ക്കകം ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. പ്രാഥമിക റിപ്പോർട്ടിന്മേൽ വിജിലൻസ് ഡയറക്ടർ എന്തൊക്കെ തുടർ നടപടികൾ സ്വീകരിച്ചുവെന്നും രേഖാമൂലം വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനുവരി 20 കേസ് വീണ്ടും പരിഗണിക്കും. VS സുനിൽകുമാർ MLAയുടേതുൾപ്പെടെ 3 ഹർജികളാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചു. എറണാകുളം റേഞ്ച് വിജിലൻസ് SP നിശാന്തിനിക്കാണ് അന്വേഷണ ചുമതല. പരാതിക്കാരായ ബിജു രമേശിൽ നിന്നുൾപ്പെടെ നിശാന്തിനി ഉടൻ മൊഴിയെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ അബ്കാരി നയത്തിനെതിരെ വിമർശനവുമായി സുപ്രീംകോടതി. കള്ളിൽ ആൽക്കഹോൾ പരിധി 8.1% നീചപ്പെടുത്തുന്നത് പ്രായോഗികമല്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു. അബ്കാരി ചട്ട ഭേദഗതി പുനഃപരിശോധിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഭേദഗതി ചോദ്യം ചെയ്തു നൽകിയ ഹർജിയിൽ കോടതി ഈ മാസം 20 വിശദമായ വാദം കേൾക്കും. കള്ളിൽ ആൽക്കഹോളിന്റെ പരിധി 8.1 കൂടിയാൽ തടവും ശിക്ഷയും പിഴയും നിഷ്കർഷിക്കുന്ന ചട്ട ഭേദഗതിക്കെതിരെ ഷാപ്പുടമ നൽകിയ ഹർജിയിൽ വാദം കേൾക്കവെയാണ് സുപ്രീംകോടതി സർക്കാരിന്റെ അബ്കാരി നയത്തെ രൂക്ഷമായി വിമർശിച്ചത്. ശാശ്വതികാനന്ദയുടെ ദുരൂഹമരണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിവരുന്ന അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. പ്രാഥമിക പരിശോധനയിൽ പോസ്റ്റ്മോർട്ടത്തിൽ അപാകതകൾ കാണുന്നില്ലെന്നും ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ജസ്റ്റിസ് കമാൽ പാഷെ പറഞ്ഞു. ശാശ്വതികാനന്ദയുടെ ദുരൂഹമരണത്തിൽ തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജി തീർപ്പാക്കുകയായിരുന്നു ഹൈക്കോടതി. ശാശ്വതികാനന്ദയുടെ പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത കാണുന്നില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ദൃശ്യങ്ങളും അനുബന്ധ രേഖകളും പരിശോധിച്ച ശേഷമാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം തുടരാമെന്ന് കോടതി വ്യക്തമാക്കി. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നിരവധി കത്തുകൾ ലഭിക്കുന്നുണ്ടെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ഇതിൽ പലരുടെയും പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. 2 മാസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊടിക്കുന്നിൽ സുരേഷിനെ വധിക്കാൻ ശ്രമിച്ചുവെന്ന വ്യാജ കേസിൽ പാസ്റ്റർ അശോകന് ജാമ്യം അനുവദിച്ചു. അതേസമയം പോലീസ് നടപടിയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. ക്രൂരമായി മർദ്ദനമേറ്റയാൾ എങ്ങനെ വധശ്രമം നടത്തുമെന്ന് കോടതി ചോദിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെയും സംഘത്തിന്റെയും മർദ്ദനത്തിനിരയായ പാസ്റ്റർ അശോകനാണ് കോടതി ജാമ്യം അനുവദിച്ചത്. MPയെ വധിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് അശോകനെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ക്രൂരമായി മർദ്ദനമേറ്റ അശോകന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വീണ്ടും നൽകിയ അപേക്ഷയിലാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 അശോകന് നിബന്ധനകളോടെ ജാമ്യം അനുവദിച്ചത്. അശോകന് വിദഗ്ധ ചികിത്സ നൽകാനും കോടതി നിർദ്ദേശിച്ചു. വീടിനുള്ളിൽ വെച്ച് മർദ്ദനമേറ്റയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസിനെയും കോടതി വിമർശിച്ചു. MPക്കെതിരെ വധശ്രമം നടന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാനും പോലീസിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് അശോകന്റെ മകൻ നിഖിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ആശുപത്രിയിൽ വെച്ച് നിഖിലിനെ അപായപ്പെടുത്താനും ഒരു സംഘം ആളുകൾ ശ്രമിച്ചതോടെ കൊടിക്കുന്നിൽ സുരേഷ് MPക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. ഈ സാഹചര്യത്തിലാണ് കോടതി ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിച്ചത്. കേസിൽ അശോകന്റെ ഭാര്യയെയും പോലീസ് പ്രതിയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ വ്യക്തമായ നടപടി സ്വീകരിക്കാതെ പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇന്ത്യ. പാക് പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയ തെളിവുകളിൽ പാക് നടപടി ഉചിതമെങ്കിൽ മാത്രമേ ചർച്ചയ്ക്ക് താൽപ്പര്യമുള്ളൂവെന്നും ഇന്ത്യ വ്യക്തമാക്കി. അതേസമയം വിഷയം ചർച്ച ചെയ്ത് വിദേശകാര്യ സെക്രട്ടറിയുമായി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാനോടുള്ള മോദിയുടെ നയം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ മാസം 15 നടക്കാനിരുന്ന വിദേശകാര്യ സെക്രട്ടറിമാരുടെ ചർച്ചയിൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചു. ചർച്ചയ്ക്ക് മുമ്പായി പത്താൻകോട്ട് ഭീകരാക്രമണത്തിലെ ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടി സ്വീകരിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യ കൈമാറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടി തൃപ്തികരമെങ്കിൽ മാത്രം ചർച്ച മതിയെന്നാണ് സർക്കാർ തീരുമാനം. വ്യോമസേനാ താവളത്തിലെ ഭീകരാക്രമണത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ഇന്ത്യ ഇന്ന് പാകിസ്ഥാന് കൈമാറി.
പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടി ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. പത്താൻകോട് ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ പാക് പ്രധാനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സർദാർ ജസീസുമായി കൂടിക്കാഴ്ച നടത്തി. ആക്രമണത്തിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ഷെരീഫ് ചർച്ചയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ സൈന്യം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. അതേസമയം പാകിസ്ഥാനോടുള്ള മോദിയുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പാകിസ്ഥാനോട് നിഷേധാത്മകം എന്നൊരു നിലപാടാണ് കഴിഞ്ഞ UPA സർക്കാർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഭീകരതയും നയതന്ത്രവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള മോദിയുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജേക്കബ് തോമസിനെതിരെ ലോകായുക്തയുടെ പ്രാഥമിക അന്വേഷണം. കർണാടകയിൽ ജേക്കബ് തോമസും ഭാര്യയും ഭൂമി കയ്യേറിയെന്ന പരാതിയിലാണ് അന്വേഷണം. തിരുവനന്തപുരം DCC ഭാരവാഹി ബർഗി ഫെർണാണ്ടസ് ആണ് പരാതി നൽകിയത്. ജേക്കബ് തോമസിന്റെ വായ മൂടിക്കെട്ടാൻ ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജേക്കബ് തോമസിനെ മുഖ്യമന്ത്രി ഭയപ്പെടുകയാണ്. അധികാരം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. അത് ഈ ഗവൺമെന്റിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് പരാതി കൊടുത്ത ജേക്കബ് തോമസിനെ വായ മൂടിക്കെട്ടാൻ, അദ്ദേഹത്തെ ഭയപ്പെടുത്താനാണ് ഇന്ന് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി ജേക്കബ് തോമസിനെതിരെ പല കള്ളക്കേസുകൾ ഉണ്ടാകും. അധികാരം കൈവശമുള്ളവർ പ്രതിയോഗികളെ അടിച്ചമർത്താനാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം ആഭ്യന്തരമന്ത്രി അംഗീകരിച്ച് ആഭ്യന്തരമന്ത്രി ഫയൽ മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു. ആ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിക്ക് അനുമതി കൊടുത്ത് ഉത്തരവ് പുറപ്പെടുവിക്കുക. അതിന് പകരം അനുമതി കൊടുക്കാതെ മുഖ്യമന്ത്രി ക്യാബിനറ്റിൽ വെച്ചു. ക്യാബിനറ്റിനെ കൊണ്ട് തീരുമാനിച്ചു അനുമതി കൊടുക്കേണ്ടതില്ല എന്ന്. ഇത് മുഖ്യമന്ത്രി കളിച്ചൊരു കള്ളക്കളിയാണ്. ഇതൊരു ഒളിച്ചോട്ടമാണ്. DGPയെ മുഖ്യമന്ത്രി ഭയപ്പെടുകയാണ്. DGPയുടെ കയ്യിൽ നിരവധി രഹസ്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് പാറ്റൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് അധികാരത്തിൽ തുടരാൻ തന്നെയാണ് താൽപര്യമെന്ന് DGP ജേക്കബ് തോമസ്. പുരോഗതിയല്ല രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. വിശദാംശങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഡാനി, മറ്റൊന്നൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്, വിശദാംശങ്ങൾ. തന്നെ ഇന്ന് കൊച്ചിയിൽ സെന്റർ ഫോർ പബ്ലിക് പോളിസി ആൻഡ് റിസർച്ച് എന്ന സംഘടന ഭരണവും ഉത്തരവാദിത്വവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജേക്കബ്. ഇതിൽ പരോക്ഷമായി തന്നെയാണ് അദ്ദേഹം സർക്കാരിനെ പതിവ് ശൈലിയിൽ തന്നെ വിമർശിച്ചത്. ഇതിൽ അദ്ദേഹം ചോദിക്കുന്ന സംസ്ഥാനത്ത് നിരവധിയായ പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പല രംഗത്തും സംസ്ഥാനത്ത് ഇഷ്ടപ്പെടുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ഭരണ നേതൃത്വമുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പല രംഗത്തും കേരളം പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഏറ്റെടുക്കാൻ കഴിയുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ പഴയ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഫയർഫോഴ്സ് രംഗത്ത് തന്നെ 5ഓളം ഉദ്യോഗസ്ഥരെ തന്നെ മാറ്റുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറെ വിവാദമായ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത് ഉയർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ഉയർന്ന കെട്ടിടങ്ങൾ നിരവധിയായ നഗരത്തിൽ ഉണ്ടാകുന്നു. ഇവയ്ക്ക് ഇവിടെ എന്തെങ്കിലും അസഹ്യങ്ങൾ സംഭവിച്ചാൽ ഇതിനെല്ലാം ആർക്കാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുക? പക്ഷെ ഈ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ ചെല്ലുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സമൂലമായ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസ നിലവാരം താഴ്ന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. ഇതിന് ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ കേരളത്തിലുണ്ടായിരുന്ന ഈ രംഗത്തുണ്ടായിരുന്ന പഴയ ഒരു പ്രഭാവത്തിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. പക്ഷെ പുതിയൊരു സമീപനം കുറിക്കാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല. സല്യൂട്ട് ചെയ്യുന്നവരെ സ്ഥിരം സല്യൂട്ട് ചെയ്താൽ മാത്രം പ്രതിഫലം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ പരോക്ഷമായി പല രീതിയിലും സർക്കാരിനെ കടന്നാക്രമിക്കുന്ന തന്റെ ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം ഇന്ന് ഇവിടെ പ്രസംഗം അവസാനിപ്പിച്ചത്. തന്നെ ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾ അനുഭവിക്കുന്നത് പരിഷ്കൃത അടിമത്തമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. വേതന വ്യവസ്ഥകൾ പാലിക്കാത്ത കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾ അനുഭവിക്കുന്നത് പരിഷ്കൃത അടിമത്തമാണെന്നും ഇതിനി അനുവദിക്കാനാകില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തി CITU നടത്താനിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാന കൺവെൻഷൻ മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി. ഇത് യഥാർത്ഥ നഷ്ടമാണോ? അല്ല, അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന അതിവിദഗ്ധമായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു കണക്കല്ലേ എന്നത്
പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവർ പറയാറുണ്ട് ഇതൊരു ചീത്തക്കാലമാണ്, നിങ്ങളത് മനസ്സിലാക്കണം എന്നൊക്കെ ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിലും തേയിലത്തൊഴിലാളിയുടെ ജീവിതത്തിൽ നല്ല കാലം എന്നതുണ്ടായിട്ടില്ല. തേയില വ്യവസായികൾ അവതരിപ്പിക്കുന്ന കണക്കുകൾ പരിശോധിക്കണമെന്നും വേതന വ്യവസ്ഥകൾ പാലിക്കാത്ത കമ്പനികളെ സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള ഇടപെടൽ നടക്കുന്നുണ്ടെന്നും പിണറായി പറഞ്ഞു. തേയില ഉൽപ്പാദനത്തിനും വിപണനത്തിനും സാമൂഹ്യ മാതൃകയുണ്ടാക്കി തൊഴിലാളികളുടെ അവശതയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. ആയിരങ്ങൾ പങ്കെടുത്ത കൺവെൻഷനിൽ CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി, CPIM ജില്ലാ സെക്രട്ടറി KK ജയേന്ദ്രൻ, S രാജേന്ദ്രൻ MLA തുടങ്ങി നിരവധി നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ശബരിമലയിൽ അന്നദാന നടത്തിപ്പിന്റെ ചുമതല ദേവസ്വത്തിന് തന്നെയെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. അന്നദാനം നടത്താനുള്ള അധികാരം ദേവസ്വം ബോർഡിന് മാത്രമെന്ന് ഹൈക്കോടതി നേരത്തെ വിധി പുറപ്പെടുവിപ്പിച്ചിരുന്നു. സാമൂഹ്യ സേവനം മൗലിക അവകാശമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യദ് അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദില്ലിയിലെ എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജന്മനാടായ ബജ്ബേറയിൽ ശവസംസ്കാര ചടങ്ങുകൾ നടക്കും. അതേസമയം മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകൾ മെഹബൂബ മുഫ്തിയെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് PDP നേതാക്കൾ ഗവർണറെ കണ്ടു. RSP നേതൃത്വത്തിൽ തിരുത്തൽ വേണമെന്ന് VP രാമകൃഷ്ണപിള്ള. പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും രാമകൃഷ്ണപിള്ള പറഞ്ഞു. RSPയിൽ നേതാക്കളടക്കമുള്ളവരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്ന സാഹചര്യത്തിലാണ് വിമർശനവുമായി മുതിർന്ന നേതാവ് VP രാമകൃഷ്ണപിള്ള രംഗത്തെത്തിയത്. RSPയുടെ പോക്ക് ശരിയല്ലെന്നും നേതൃതലത്തിൽ തിരുത്തൽ വേണമെന്നും VP രാമകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു. വികാരം ഇങ്ങനെ തുടരുന്നത് ശരിയല്ല. പാർട്ടി ലീഡർഷിപ്പിന്റെ മാറ്റങ്ങൾ ഉണ്ടാവണം. തീരുമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ഒക്കെ പലതുകൊണ്ട്. അതേസമയം ചിലരുടെ വ്യക്തി താൽപര്യങ്ങളാണ് പാർട്ടി ഇപ്പോൾ നയിക്കുന്നതെന്ന്, പാർട്ടി നിലപാടുകളുമായി യോജിച്ചു പോകാനാകാത്തതുകൊണ്ടാണ് CPIMുമായി സഹകരിക്കാൻ തീരുമാനിച്ചതെന്നും VP രാമകൃഷ്ണപിള്ളയുടെ മകളും RSP ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന ജയന്തി പറഞ്ഞു. എൻ്റെ തീരുമാനം അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 30-35 വർഷക്കാലമായി RSPയിൽ നിന്ന് പ്രവർത്തിക്കുന്ന RSPയുടെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുതിർന്ന നേതാവായ VP രാമകൃഷ്ണപിള്ളയുടെ മകള് ഇന്ന് മുതൽ ഒരു ഇടതുപക്ഷ പാർട്ടിയായ RSPയിൽ നിന്ന് CPMലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. CPIMന്റെ രാഷ്ട്രീയമാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് കൂടുതൽ പേർ RSP വിട്ടുവരുന്നതെന്നും ഇനിയും ഇവരെ സ്വാഗതം ചെയ്യുമെന്നും CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ച് അവരെ ഏറ്റവും മാന്യമായ അർഹമായ അംഗീകാരം നൽകി ഈ പാർട്ടിയിൽ പ്രവർത്തിപ്പിക്കാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ പ്രവർത്തനവും ഉണ്ടാവും. CPMുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിനകത്തേക്ക് വന്നിരിക്കുന്ന ആളുകൾക്ക് വർക്ക് ചെയ്യാൻ ധാരാളം സ്പേസ് നമുക്കുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടി വിട്ട് CPIMൽ എത്തുമെന്നും KN ബാലഗോപാൽ സൂചിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമലയെ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് അയൽ സംസ്ഥാനങ്ങളുടെ പിന്തുണ തേടി ദേവസ്വം ബോർഡ് പമ്പ സംഗമം സംഘടിപ്പിച്ചു. സന്നിധാനത്തിന്റെ വികസനത്തിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പിന്തുണ തേടിയ മുഖ്യമന്ത്രി പക്ഷേ പമ്പയുടെയോ ശബരിമലയുടെയോ വികസനത്തിനായി ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം MG ശ്രീകുമാറിന് സമ്മാനിക്കും. രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ ഉയർത്തുന്നതിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് പമ്പ രാമമൂർത്തി മണ്ഡപത്തിൽ പമ്പ സംഗമം സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ ധനമന്ത്രിയുമായ O പനീർസെൽവം, തെലങ്കാന ദേവസ്വം മന്ത്രി A ഇന്ദ്രകിരൺ റെഡ്ഡി, തമിഴ്നാട് ദേവസ്വം മന്ത്രി R കാമരാജ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ശബരിമലയുടെ വികസനത്തിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായി പമ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത ഉമ്മൻചാണ്ടി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം കൂടെ വരുമ്പോൾ നമുക്ക് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി എല്ലാവരും സഹകരിച്ച് യോജിച്ച് പ്രവർത്തിക്കാം. എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായി ദക്ഷിണേന്ത്യൻ മന്ത്രിമാരും വ്യക്തമാക്കി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ മന്ത്രിമാർക്ക് ആറന്മുള കണ്ണാടി സമ്മാനിച്ചാണ് കേരളത്തിന്റെ ആദരം അറിയിച്ചത്. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരത്തിന് ഗായകൻ MG ശ്രീകുമാറിനെ തെരഞ്ഞെടുത്തതായി ദേവസ്വം മന്ത്രി VS ശിവകുമാർ അറിയിച്ചു. മകരവിളക്ക് ദിവസം സന്നിധാനത്ത് വെച്ച് പുരസ്കാരം സമ്മാനിക്കും.
ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇന്നലെ അന്തരിച്ച പ്രമുഖ പത്രപ്രവർത്തകനും ദേശാഭിമാനി മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ CM അബ്ദുൾ റഹ്മാന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറി. വസതിയിലും കലൂർ ദേശാഭിമാനി ഓഫീസിലും നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. പത്രപ്രവർത്തന മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച CM അബ്ദുൾ റഹ്മാനെ അവസാനമായി ഒരു നോക്കു കാണാൻ നിരവധി പേരാണ് എത്തിയത്. വസതിയിലും കലൂർ ദേശാഭിമാനി ഓഫീസിലുമായിരുന്നു പൊതുദർശനം. ബാല്യകാല സുഹൃത്തുക്കൾ, പത്രമാധ്യമ സുഹൃത്തുക്കൾ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലയിലെ പ്രമുഖർ തുടങ്ങി നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ദേശാഭിമാനിക്ക് വേണ്ടി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും കൈരളി TVക്ക് വേണ്ടി ന്യൂസ് ഡയറക്ടർ MP ചന്ദ്രശേഖരനും റീത്ത് സമർപ്പിച്ചു. ദേശാഭിമാനി കൊച്ചി യൂണിറ്റ് മാനേജർ CN മോഹനൻ, തിരുവനന്തപുരം യൂണിറ്റ് മാനേജർ K വരദരാജൻ തുടങ്ങിയവരും എത്തിയിരുന്നു. 1967 കോഴിക്കോട് ചിന്താവാരികയിൽ പത്രപ്രവർത്തനം ആരംഭിച്ച CM അബ്ദുൾ റഹ്മാൻ 1968 ദേശാഭിമാനിയിൽ സബ് എഡിറ്ററായി. തുടർന്ന് 1998 എക്സിക്യൂട്ടീവ് എഡിറ്ററായ അദ്ദേഹം 37 വർഷം നീണ്ട പത്രപ്രവർത്തന മേഖലയിൽ നിന്ന് 2004 വിരമിച്ചത്. മൃതദേഹം പഠനത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.